പാക്കേജൊന്നും എടുക്കാണ്ട് തായ്ലൻഡിലേക്ക് ട്രിപ്പ് പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ, ടോട്ടൽ ബഡ്ജറ്റ് ഇത്രയായി, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിരുന്നോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ഏകദേശം 3 മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കാരണം തന്നെ 2 പേർക്ക് കൂടെ റൗണ്ട് ട്രിപ്പ് 30K, അതായത് ഒരാൾക്ക് 15K ചിലവായിട്ടുണ്ടായിരുന്നത്. സ്കൈ സ്കാനർ എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ട് റേറ്റൊക്കെ കമ്പയർ ചെയ്ത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് രാത്രി 11 മണിക്ക് കയറിയ ഫ്ലൈറ്റ് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബാങ്കോക്ക് എത്തി. പിന്നെ എയർപോർട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കവിടെ സിം എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ദിവസത്തിനനുസരിച്ചുള്ള സിമ്മൊക്കെ എടുത്തു. പിന്നെ എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് തന്നെ A1 എന്നുള്ള ബസ് കയറിയിട്ട് മൊർച്ചിറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അതാണ് ബാങ്കോക്കിലെ മെയിൻ ബസ് സ്റ്റാൻഡ്. ഫസ്റ്റ് 2 ഡേയ്സ് നമ്മൾ പട്ടായ പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൊർച്ചിറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഞങ്ങൾ പട്ടായക്കുള്ള ടിക്കറ്റ് അപ്പോൾ അവിടെ നിന്ന് എടുത്തു. മുന്നേ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം തന്നെ എടുത്താണ്. അവിടെയാണ് ഒരു അരമണിക്കൂർ 50 മിനിറ്റ്സ് ഒക്കെ ഗ്യാപ്പിൽ ബസ് ഉണ്ട്. അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ് കയറി. ഏകദേശം 2 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നത് പട്ടായക്ക്. അവിടെ എത്തിയ ഉടനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഗ്രാബ് ബുക്ക് ചെയ്തു. നമ്മുടെ ഇവിടുത്തെ ഊബറൊക്കെ പോലുള്ള സംവിധാനമാണ്. വളരെ അഫോർഡബിൾ ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു. റൂം ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം പോയത് സാങ്ച്വറി ഓഫ് ട്രൂത്തിലായിരുന്നു. നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു കുറേ കാലമായിട്ടുള്ള. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാൻ അനുസരിച്ചിട്ട് നേരെ റൂം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ സമയം വേസ്റ്റ് ആവാനുള്ളത് കാരണം ഞങ്ങൾ ഡയറക്റ്റ് ആദ്യം ഈ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം റൂം ചെക്ക് ഇൻ ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പം നമ്മൾ അവിടെ പോയി. അവിടെ എത്ര 500 ബാത്താണ് ഒരാൾക്ക് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഫസ്റ്റ് പ്രോബ്ലം വന്നത്. അതായത് ഞങ്ങളുടെ റൂം അവിടെ അവൈലബിൾ അല്ല എന്നാണ് ഹോട്ടലുകാർ പറഞ്ഞത്. അതൊരു അഗൂഡ ഞങ്ങൾക്ക് മെയിൽ അയച്ചു, പക്ഷേ അഗൂഡ ഹോട്ടലുകാർക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അത്രേ. സോ ലിറ്ററലി ഞങ്ങൾ വഴിയാധാരായി. പെട്ടെന്ന് ആകെ ടെൻഷനായി. അഗൂഡക്കാരെ വിളിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കാന്ന് മനസ്സിലായി. അവർ നഷ്ടപരിഹാരമൊക്കെ തന്നു. പക്ഷേ അപ്പം തന്നെ നമ്മൾ സബായ് സബാന എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്തുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. കാര്യം സേഫാക്കി. കുറച്ച് നേരം ടെൻഷൻ അടിച്ചെങ്കിലും പിന്നെ പ്രോബ്ലമൊക്കെ സോൾവ് ആയി. സോ ബുക്കിംഗ് ഒക്കെ കറക്റ്റ് അല്ലെന്ന് ആദ്യം ഹോട്ടലുകാരെയും കൂടി ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുക. പിന്നെ നമ്മൾ അൽക്കസർ ഷോ കാണാൻ പോയി. നമ്മൾ ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പ് പോയി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ടിക്കറ്റും സീറ്റിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ ഉഷാറായി കിട്ടി. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. കാര്യമായിട്ട് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തില്ല, പണി കിട്ടുമെന്ന് പേടിച്ചിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചും സ്ട്രീറ്റ്സും ആണ് പട്ടായക്കുള്ളത്. എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഈ ടുക് ടുക് എന്ന് പറഞ്ഞ സാധനം എക്സ്പ്ലോർ ചെയ്യാൻ കയറുക എന്നല്ലാണ്ട് കാര്യമായിട്ട് സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പണി തരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ കറങ്ങിത്തീർന്ന് റൂമിൽ പോയി. പിന്നെ പിറ്റേന്ന് രാവിലെ ഹോട്ടലിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ കോറൽ ഐലൻഡ് കാണാൻ വേണ്ടി ഇറങ്ങി. ദ്വീപിലേക്ക് പോകാൻ വേണ്ടി ഓരോ ടൈം ഗ്യാപ്പിലും ഫെരി അവൈലബിൾ ആണ്. ഫെരിക്ക് വളരെ റേറ്റ് കുറവാണ്. 2 കൂടെ 60 ബാത്ത് അങ്ങനെ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ഒരു 1 hour ജേണിയാണ് ഫെരിയിൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് പേഴ്സണലി സ്പീഡ് ബോട്ട് എടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്ക് 150 ബാത്ത് വെച്ചിട്ട് സ്പീഡ് ബോട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ റെൻ്റൽ ബൈക്കുകാർ ഏറും കളിയും കാണാൻ പറ്റുന്നതാണ്. അപ്പം ചെറിയ പൈസക്ക് നമ്മുടെ പെട്രോൾ ഫില്ലാക്കിയിട്ടുള്ള ബൈക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് പരിവാഹൻ എന്ന് പറഞ്ഞ ആപ്പ് കൂടി നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കയ്യിൽ വെച്ചാൽ ചെക്കിംഗ് ഒക്കെ ഉണ്ടായത് നല്ലതായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ദ്വീപിലതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അവിടെ അങ്ങനെ ചെക്കിങ്ങും കാര്യമില്ലാത്ത കാരണം. അല്ലാണ്ട് ബാങ്കോക്ക് പട്ടായ ടൗണൊക്കെ ഓടിക്കുമ്പോൾ ഇത് നല്ലതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് പട്ടായ ദ്വീപും കാര്യങ്ങളൊക്കെ കറങ്ങിത്തിരിഞ്ഞു. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ കുടകളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 2 കുടക്ക് 100 ബാത്ത് എങ്ങാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു, റെസ്റ്റ് എടുക്കാം. പിന്നെ ഇവിടെ കുറേ പ്രൈവറ്റ് ബീച്ച് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടെത്തിയൊരു പ്രൈവറ്റ് ബീച്ചാണ് ഇത്. വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. ഓരോ ഗ്യാപ്പിലും നമുക്ക് പോയി കഴിയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീച്ചസ് കാണാം. ഞങ്ങൾ പോയ ഈ ബീച്ചിൽ സായിപ്പും മദാമ്മമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേര്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നമ്മൾ സ്പീഡ് ബോട്ട് എടുത്തിട്ട് കുറച്ച് പേരായപ്പം നമ്മൾ തിരിച്ച് പോയി കഴിഞ്ഞിട്ട് സ്പീഡ് ബോട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ച് വീണ്ടും ഗ്രാബ് ബുക്ക് ചെയ്തു. നല്ല ഡ്രൈവർമാരൊക്കെ ഉള്ളു കേട്ടോ. ഭയങ്കര കമ്പനി ആയിരുന്നു. അവർ നമ്മളോട് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോയി. പട്ടായ അധികം പേരും ബാങ്കോക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോകുന്ന കാണാൻ. നമ്മൾ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റായി എത്തുമ്പോൾ ഷോപ്പിങ്ങിനൊക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു സംഭവം കാണാൻ, വ്യൂ ഒക്കെ. പിന്നെ ഞങ്ങൾ ബോട്ട് എടുത്തില്ല. 800 ബാത്താണ് ഒരാൾക്ക് വരുന്നത് സ്പീഡ് ബോട്ടിൽ കറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങളതിൽ കയറിയില്ല. പകരം കയറാണ്ട് നടക്കുകയും ചെയ്യാം സൈഡിൽ കൂടെ. അപ്പം നമ്മൾ നടന്ന് കണ്ടു, ചുറ്റിക്കണ്ടു. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു.
നല്ല ഭംഗിയുണ്ടായിരുന്നു വ്യൂ കാണാനൊക്കെ. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഏറെക്കുറെ കടകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റ് പോയി, ദ ഫേമസ് വാക്കിംഗ് സ്ട്രീറ്റ്. പക്ഷേ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട് എല്ലാവരും പറഞ്ഞതിന് ഓപ്പോസിറ്റ് വ്യൂ എനിക്ക് അവിടെ കാണാൻ പറ്റി. ഓപ്പോസിറ്റ് എന്നല്ല, ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ ബീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ 7-Eleven ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര സമാധാനമായിരുന്നു. എന്നാലും ചില സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്തു. തായ്ലൻഡിൽ വന്ന സ്ഥിതിക്ക് അവിടുത്തെ ഫുഡും നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. പക്ഷേ പണിയൊന്നും കിട്ടിയില്ല, വയറിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില സാധനങ്ങളിലൊക്കെ നമ്മൾ സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്തതായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ചട്ടം നടക്കുമ്പോൾ പല ടൈപ്പ്, പല രൂപത്തിലും ഭാവത്തിലുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. പലയിടത്തും നിരോധിച്ചിട്ടുള്ള ഈ ദുരി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇവിടെ ഭയങ്കര വ്യാപകമായിട്ട് വിൽക്കപ്പെടുന്നത് കണ്ടു. ആൻഡ് ദെൻ ഹോട്ടലിലെത്തി ഉറങ്ങി. പിറ്റേന്ന് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. നേരെ വീണ്ടും മോച്ചി ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഇനി ബാങ്കോക്കിലേക്ക് വണ്ടി കയറാൻ. ബാങ്കോക്കിലെത്തിയപ്പം 7-Eleven കയറി കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ബാങ്കോക്കിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയി. ഇതാണ് കേട്ടോ തായ് ബാത്ത്. കുറേ പേർ എന്നോട് ചോദിച്ചു എത്ര തായ് ബാത്താണ് കയ്യിൽ വെച്ചത്, എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഇമിഗ്രേഷൻ ചോദിച്ചോ എന്നൊക്കെ. പക്ഷേ ഞങ്ങളോട് ആരും ചോദിച്ചില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് കേട്ട കാരണം തന്നെ ഞങ്ങൾ നാട്ടിലത്തെ 20,000, അതായത് ഒരു 10,000 തായ് ബാത്തായിരുന്നു നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എവിടെയും ചോദിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ നേരെ നമ്മൾ ടെർമിനൽ 21 പോയി ഡിന്നർ ക്രൂസിലേക്ക് പോകേണ്ടിയിട്ടേ. ടെർമിനൽ 21 ഒരു ഐറ്റം തന്നെ കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിന്നർ ക്രൂസിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മൾ ക്ലൂക്ക് വഴി തന്നെയാണ് ബുക്ക് ചെയ്തത്. പല റേറ്റിനുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. പക്ഷേ എല്ലാവർക്കും ഏറെക്കുറെ ഒരു സാധനം തന്നെ കിട്ടുന്നത്. വല്ലാണ്ട് എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. പക്ഷേ ആ പൈസക്ക് കുഴപ്പമില്ല, രസം ഉണ്ടായിരുന്നു. പുറത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിലുള്ളത് അധികം ഇന്ത്യക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഫുഡൊക്കെ അവർ ഇന്ത്യൻ മെനു തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റുള്ള കുറേ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്രൂസിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് വ്യൂ ഒക്കെ കാണാം. കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടു. നമുക്ക് സെപ്പറേറ്റ് ഒരു ആങ്കറൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ക്രൂസിൽ. അവർ പാട്ടൊക്കെ പാടി മ്യൂസിക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് മാറി നല്ല മഴയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തധികം പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയി. സുഖുവിത്തിലുള്ള ദ കോണ്ടിനെൻ്റ് ഹോട്ടലിൽ 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യൂ കിട്ടുന്ന നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഗൂഗിളും റിവ്യൂവും കാര്യമൊക്കെ നല്ലോണം നോക്കിയിട്ട് അങ്ങനെ വ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഇത് എടുത്തത്. ഞാൻ പറഞ്ഞില്ല, മഴയായിരുന്നു അത്യാവശ്യം. പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ രാവിലെയും ജസ്റ്റ് ഹോട്ടലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് മെല്ലെ ഞങ്ങൾ അപ്പം തന്നെ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു. കാരണം ഇന്ന് ഈ രാത്രിയായിരുന്നു നമ്മൾ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 ദിവസത്തെ കറക്റ്റ് കയ്യിലുണ്ടായിരുന്നു, 4 ഡേ. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ മെട്രോ കയറി. സുഖ്മത്തിൽ തന്നെ മെട്രോ കയറിയിട്ട് നമ്മൾ ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. മാർബിൾ ടെമ്പിൾ, ബുദ്ധ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അത് ഗ്രാൻഡ് പാലസ്, അങ്ങനത്തെ കുറച്ച് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമ്മളിറങ്ങി. മെട്രോ ഇറങ്ങിയപ്പോൾ കണ്ടൊരു സീനാണിത്. ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ആണെന്ന് തോന്നുന്നു, പാർലമെൻ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുന്ന് ടെമ്പിൾസും പിന്നെ ചൈന ടൗണും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇതൊക്കെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ബസ് കുറേ യൂസ് ചെയ്തു. മാപ്പായിരുന്നു മെയിൻ ആയുധം. മാപ്പ് വെച്ച് കറക്റ്റ് എവിടെ നിന്ന് ഇങ്ങോട്ടാന്നൊക്കെ മനസ്സിലാക്കി. ബസ്സൊക്കെ കറക്റ്റ് മാപ്പിലുണ്ടായിരുന്നു. ബസ് കയറി നമുക്ക് ടാക്സിയോ ഗ്രാബൊക്കെ സെയിം റേറ്റാണ് വരുന്നത്. ടാക്സിക്കാർ പറ്റിക്കില്ല ഇവിടെ. ടാക്സിക്കാർ കറക്റ്റ് മീറ്റർ റേറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് ഗ്രാബിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ടാക്സിയാണെന്ന് തോന്നി. അങ്ങനെയൊക്കെ. അപ്പോൾ രണ്ടും മരമരക്കാണ്. പിന്നെ ഗ്രാൻഡ് പാലസ് പോയി. ഗ്രാൻഡ് പാലസ് 500 ബാത്താവത് അങ്ങനെ എന്തോ വന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മെല്ലെ എയർപോർട്ടിലേക്ക് തിരിച്ചു പോയി. ടോട്ടൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ 90K ആണ് ബഡ്ജറ്റ് വന്നത്. പക്ഷേ ഞാൻ പറയാം, അത്രയും ബഡ്ജറ്റ് വരില്ല. നമ്മളെ ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ ഗ്രാബും ബുക്ക് ചെയ്യലും കാര്യമൊക്കെ ഒന്ന് ചുരുക്കുമ്പോൾ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലോണം കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പെർ ഹെഡ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി വേറൊരു ഏരിയ ഉണ്ട്, നമ്മളെ ഈ ഫുക്കറ്റ് ക്രാബി എന്ന് പറഞ്ഞ തായ്ലൻഡിൻ്റെ മറ്റൊരു ഏരിയയാണ്. അപ്പം അത് അടുത്ത പ്രാവശ്യം പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് ഞങ്ങൾ പോകാത്തത് കാരണം. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മൊത്തത്തിൽ നമുക്ക് വെക്കേഷന് പോകാൻ പറ്റുന്ന സൂപ്പർ സ്പോട്ട് തന്നെയാണ് തായ്ലാൻഡ്. പെട്ടെന്ന് പറഞ്ഞതായത് കാരണം കുറേ കാര്യം ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ജൂലൈ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുട്ടി അക്കൗണ്ട് ഉണ്ട്. ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫ്രെയിംസൊക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യൽ. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളതുകൊണ്ട് അതിനായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമെങ്കിൽ കുറേ കയ്യിൽ നോക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.